ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ ഞാനും ജോലി ഇന്ന് പ്ലാൻ ചെയ്തെങ്കിലും പ്ലാനിങ് ഒക്കെ ഒരു വഴിക്ക് അങ്ങനെ മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കണ്ണ് കണ്ടോ, കണ്ണിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ A4 ഷീറ്റിൻ്റെ പലം പരീക്ഷിച്ചതാണ്. കൃഷ്ണമണിക്ക് ഒരു ചെറിയ ഇഞ്ചറി, ഇന്നാണ് ആ കെട്ടൊന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേയിലോട്ട് തിരിച്ചു തരാം. ബർത്ത്ഡേ അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് വാങ്ങാനായിട്ട് നടന്ന് ലാസ്റ്റ് അതും കൂടി നടക്കില്ല എന്നുള്ളൊരു അവസ്ഥ എത്തിയായിരുന്നു. പക്ഷേ വിച്ചു ഓഫീസിൽ നിന്ന് വന്ന വഴി വിച്ചു 5 കൂടി കേക്ക് മേടിച്ചു. അങ്ങനെ തയ്ച്ചേരുമായി നമ്മുടെ കേക്ക് കൊണ്ടുവന്നു. അച്ഛനൊരു ഷർട്ടൊക്കെ ഇടിപ്പിച്ച് വൃത്തിയായിട്ട് വരാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ അത് അച്ഛൻ വന്നപ്പോഴത്തേക്കും കേക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. കേക്ക് മുറിക്കാൻ അച്ഛനേലും ഇൻട്രസ്റ്റ് കണ്ണനായിരുന്നു. കണ്ണൻ ആദ്യം കയറി ഞാനത് മുറിക്കുമെന്ന് ഞാനൊന്ന് പേടിച്ചായിരുന്നു. പക്ഷെ അച്ഛൻ വന്നവർ വെയിറ്റ് ചെയ്തു. അങ്ങനെ അച്ഛനും മോനും കൂടി കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും എന്താ കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് പിറകിൽ നിന്ന് ഭയങ്കര ലൈനായിട്ട് നല്ല കോറസിലൊക്കെ പാടിക്കൊടുത്തു അച്ഛന്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് അത് കുഞ്ഞ് സന്തോഷം, വേറെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ കേക്കെങ്കിലും മുറിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുറിച്ചതാണ്. അച്ഛൻ്റെ എൻ്റെയും ബർത്ത്ഡേ ഒരു ദിവസത്തെ ഗ്യാപ്പില്ല. അപ്പം അങ്ങനെ വിട്ടുപോക്ക് കുറവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ ഇട്ടിട്ട് കണ്ണൻ കേക്കിൻ്റെ പുറകെ പോയിട്ടുണ്ടായി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ ആ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ ഇരുന്ന് കഴിച്ച്. കണ്ണനധികം കേക്ക് കൊടുക്കാൻ പറ്റില്ല, കണ്ണൻ്റെ വയറ് കംപ്ലൈൻ്റ് ആവുന്ന കാരണം അത് പതുക്കെ ഞങ്ങളങ്ങനെ നൈസായിട്ട് മാറ്റി. ഒരു പീസൊക്കെ തിന്നുമ്പോഴത്തേക്കും ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇരുന്ന് തിന്നണുണ്ടപ്പോൾ പിന്നെ അവൻ അവിടെ വന്ന് കുറച്ച് നേരം വളം വെച്ചു. പിന്നെ അടുത്ത ചടങ്ങായിരുന്നു ബർത്ത്ഡേ ബോയിനെ കേക്കിൽ കുളിപ്പിക്കുക എന്നുള്ളത്. അതും നല്ല വൃത്തിക്ക് കാണാൻ ചെയ്തിട്ടുണ്ട്. അവസാനം അച്ഛനും അവനും ഓടിച്ചിട്ട് അവൻ്റെ മുഖത്ത് അച്ഛൻ കേക്കിൻ്റെ ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ആ ക്രീമും കൊണ്ട് അഞ്ജുവിൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയി. ഇപ്പോഴത്തേക്കും അഞ്ജു പിന്നെ ആ കേക്കൊക്കെ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ പിന്നെ ഈ ചെക്കൻ്റെ വയറ് കംപ്ലൈൻ്റായി പിന്നെ ഇങ്ങനെ ആശുപത്രിയിൽ പോകേണ്ട വരും. അങ്ങനെ ആ കേക്കൊക്കെ എടുത്ത് വെച്ചപ്പോൾ അവനോട് പോയി എത്തിയൊക്കെ ഉണ്ട് എവിടെയൊക്കെ വെക്കണേ എങ്ങനെയൊക്കെ വെക്കണമെന്ന്. പക്ഷേ ഞാൻ അഞ്ജുനോട് പറഞ്ഞു കുളിപ്പിച്ച് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇനിയിപ്പം എൻ്റെ കണ്ണിൽ മരുന്ന് വയ്ക്കണം, ഓയിൽമെൻറ്റ് വയ്ക്കണം, കിടന്ന് ഉറങ്ങണം. കണപ്പം വന്ന് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.